ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മാത്ത് പ്രൊഡിജി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്പർ തിയറി ആൻഡ് കോമ്പിനറ്റോറിക്സിലെ DPP 13 ആണ്. ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ ഫ്രം RMO 2013. പ്രൈം ഡിവിസിബിലിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഓൾ പ്രൈംസ് P ആൻഡ് Q സച്ച് ദാറ്റ് P ഡിവൈഡ്സ് Q സ്ക്വയർ മൈനസ് 4 ആൻഡ് Q ഡിവൈഡ്സ് P സ്ക്വയർ മൈനസ് 1. അപ്പോൾ ഗിവൺ P ഡിവൈഡ്സ് Q സ്ക്വയർ മൈനസ് 4 ആൻഡ് Q divides P square minus 1 and Q divides P square minus 1. അപ്പോൾ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. പിയും ക്യൂവും പ്രൈംസ് ആണ്. അപ്പോൾ നമ്മളിവിടെ രണ്ട് കേസ് ആക്കുന്നു. അതായത് പിനെയും ക്യൂനെയും നമ്മൾ കമ്പയർ ചെയ്യാൻ പോവാണ്. അത് ഒന്ന് വലുതും ഒന്ന് ചെറുതും ആയിരിക്കുമല്ലോ. അപ്പോൾ ഏത് വലുത് ഏത് ചെറുത് എന്നുള്ള രണ്ട് ബൈനറി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. സപ്പോസ് ദാറ്റ് P ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q. P ആണ് ക്യൂവിനേക്കാൾ ചെറുത് അല്ലെങ്കിൽ ഈക്വൽ എന്ന് നമ്മൾ എടുക്കുന്നു. വി ഹാവ് Q ഡിവൈഡ്സ് P സ്ക്വയർ മൈനസ് 1. ഗിവൺ ആണ് Q ഡിവൈഡ്സ് P സ്ക്വയർ മൈനസ് 1. ഇംപ്ലൈസ് Q ഡിവൈഡ്സ് P പ്ലസ് 1 ഇൻറ്റു P മൈനസ് 1. Q P പ്ലസ് 1 ഇൻറ്റു P മൈനസ് 1നെ ഡിവൈഡ് ചെയ്യുന്നു. ഇനി ഇതിൽ Q ആണ് വലിയ നമ്പർ. Q ആണ് Pനേക്കാൾ വലുത്. അപ്പോൾ Q Pനേക്കാൾ വലുതാണെങ്കിൽ ഇത് P മൈനസ് 1 ആണ്. Q Pനേക്കാൾ വലുതാണെങ്കിൽ ഈ P മൈനസ് 1 എന്തിനേക്കാൾ ചെറുതായിരിക്കും? P മൈനസ് 1 Qനേക്കാൾ ചെറുതായിരിക്കും. ഈ പ്രൊഡക്റ്റിനെ Q ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് Q. P ഇതിനേക്കാൾ ചെറുതാണ്. അപ്പോൾ P മൈനസ് 1 ഇവിടെ ആയിരിക്കും. അപ്പോൾ ഇനി Qക്ക് ഒരിക്കലും P മൈനസ് 1നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം Q P മൈനസ് 1നേക്കാൾ വലിയ ഒരു നമ്പറാണ്. അപ്പോൾ Qക്ക് P മൈനസ് 1നെ ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. വിച്ച് ഇംപ്ലൈസ് Q ഡിവൈഡ്സ് P പ്ലസ് 1. Qന് P പ്ലസ് 1നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി P പ്ലസ് 1 നോക്കാം. നമുക്കറിയാം P ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q ആണ്. സോ P പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q പ്ലസ് 1. അതായത് P പ്ലസ് 1ന് മാക്സിമം പോകാൻ പറ്റുന്നത് Q പ്ലസ് 1 വരെയാണ്. ഇതാണ് Q, ഇതാണ് Q പ്ലസ് 1. P പ്ലസ് 1 ഇതിൻ്റെ ഉള്ളിലായിരിക്കണം. P പ്ലസ് 1 അതിൻ്റെ ഉള്ളിലായിരിക്കണം. ഓൾസോ P പ്ലസ് 1നെ Q ഡിവൈഡ് ചെയ്യുകയും ചെയ്യണം. Q ആണെങ്കിൽ ഒരു പ്രൈമുമാണ്. P പ്ലസ് 1 ഇതാ. P പ്ലസ് 1 ഇതേപോലെ P മുതൽ P പ്ലസ് 1 ഇതേപോലെ Pക്കും Q പ്ലസ് 1നും ഇടയിലായിരിക്കണം. P പ്ലസ് 1 Pനേക്കാൾ വലുതാണ്. Q പ്ലസ് 1 വരെ മാക്സിമം പോകാനും പറ്റുള്ളൂ. ഇനി ഈ Q ആണെങ്കിൽ P പ്ലസ് 1നെ ഡിവൈഡ് ചെയ്യുകയും വേണം. Q ആണെങ്കിൽ ഒരു പ്രൈമുമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിച്ചേ പറ്റുള്ളൂ? ഈ P പ്ലസ് 1 Qന് ഈക്വൽ ആയേ പറ്റുള്ളൂ. വേറെ വഴിയൊന്നുമില്ല. P പ്ലസ് 1 എന്തിന് ഈക്വൽ ആവണം? Qക്ക് ഈക്വൽ ആവണം. ഹെൻസ് P പ്ലസ് 1 ഇസ് ഈക്വൽ ടു Q. P പ്ലസ് 1 Qന് ഈക്വൽ ആവണം. ഇത് രണ്ട് പ്രൈം നമ്പേഴ്സ് ആണ് Pയും Qവും. P പ്ലസ് 1 ഈക്വൽ ടു Q. അതായത് ഡിഫറൻസ് 1 ഉള്ള രണ്ട് പ്രൈം നമ്പേഴ്സ്. അത് ആകെ ഏത് മാത്രമേ ഉള്ളൂ? 2ഉം 3ഉം മാത്രമേ ഉള്ളൂ. സോ Q ഈക്വൽ ടു 3, P ഈക്വൽ ടു 2. Q 3 ആണ്, P 2 ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തത് ഈ കണ്ടീഷൻ മാത്രമേ ഇപ്പോൾ നോക്കിയിട്ടുള്ളൂ. ഈ കണ്ടീഷൻ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ P ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q ആണെങ്കിൽ Q ഈക്വൽ ടു 3ഉം P ഈക്വൽ ടു 2ഉം ആവണം. ഇനി അത് ഏത് കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം? ഈ കണ്ടീഷനും കൂടിയും സാറ്റിസ്ഫൈ ചെയ്യണം. ആ കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. ദെൻ Q സ്ക്വയർ മൈനസ് 4 ഈസ് ഈക്വൽ ടു 5. Q സ്ക്വയർ മൈനസ് 4 5 ആണ്. ആ Q സ്ക്വയർ മൈനസ് 4നെ ഏത് ഡിവൈഡ് ചെയ്യണം? 2 ഡിവൈഡ് ചെയ്യണം. പക്ഷെ 2 ഡിവൈഡ് ചെയ്യില്ല. ബട്ട് P ഈക്വൽ ടു 2 ഡസ് നോട്ട് ഡിവൈഡ് Q സ്ക്വയർ മൈനസ് 4 which is 5. Q സ്ക്വയർ മൈനസ് 4 എന്ന് പറഞ്ഞ 5നെ P ഈക്വൽ ടു 2 ഡിവൈഡ് ചെയ്യുന്നില്ല. സോ Q ഈക്വൽ ടു 3 ആൻഡ് P ഈക്വൽ ടു 2 ഡസ് നോട്ട് ഫോളോ ദ കണ്ടീഷൻസ്. അതായത് ഇതൊരു സൊല്യൂഷൻ അല്ല. Q ഈക്വൽ ടു 3ഉം P ഈക്വൽ ടു 2ഉം ഒരു സൊല്യൂഷൻ അല്ല. അത് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിലും മറ്റേ കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതായത് P ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q ആയാൽ നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രൈം നമ്പേഴ്സ് Pയും Qവും ഇല്ല. അപ്പം നമ്മൾ അടുത്ത കേസ് നോക്കുന്നു. അടുത്ത കേസ് P ലെസ് ദാൻ ഓർ ഈക്വൽ ടു Qന്റെ ഓപ്പോസിറ്റ്. ദെൻ ഇഫ് P ഗ്രേറ്റർ ദാൻ Q, P ആണ് Qയേക്കാൾ വലുത്. P ഗ്രേറ്റർ ദാൻ Q ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് എടുക്കുന്നു. P ഡിവൈഡ്സ് Q സ്ക്വയർ മൈനസ് 4 ഗിവൺ
ഗിവൺ പി ഡിവൈഡ്സ് ക്യൂ സ്ക്വയർ മൈനസ് 4. ആ ക്യൂ സ്ക്വയർ മൈനസ് 4നെ നമ്മൾ ക്യൂ പ്ലസ് 2 ഇൻറ്റു ക്യൂ മൈനസ് 2 എന്നാക്കുന്നു. നമുക്കറിയാം പി ആണ് ക്യൂവിനേക്കാൾ വലുത്. പി ക്യൂവിനേക്കാൾ വലുതാണ്. പി ക്യൂവിനേക്കാൾ വലുതാണെന്നുണ്ടെങ്കിൽ പി കാണ്ട് ഡിവൈഡ് ക്യൂ മൈനസ് 2. പി ക്യൂയേക്കാളും വലുതാണ്. അപ്പോൾ പിന്നെ പിക്ക് ക്യൂ മൈനസ് 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. വിച്ച് ഇംപ്ലൈസ് പിക്ക് ക്യൂ പ്ലസ് 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. വിച്ച് ഇംപ്ലൈസ് പി ഡിവൈഡ്സ് ക്യൂ പ്ലസ് 2. അപ്പം അങ്ങനെയാണെങ്കിൽ പി ക്യൂ പ്ലസ് 2നെ ഡിവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാൽ മതി, ഒരു പ്രോപ്പർട്ടി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാ നമ്പറും 0നെ ഡിവൈഡ് ചെയ്യും. എവ്രി നമ്പർ ഡിവൈഡ്സ് 0. അപ്പം അഥവാ ഇനി ക്യൂ മൈനസ് 2 0 ആയാലോ? ക്യൂ മൈനസ് 2 0 ആയാൽ പി എന്ത് നമ്പർ ആണെന്നുണ്ടെങ്കിലും ക്യൂ പ്ലസ് 2 ഇൻറ്റു ക്യൂ മൈനസ് 2നെ അതിന് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓർ ക്യൂ മൈനസ് 2 ഈക്വൽ ടു 0 ആയാലും മതി. ഓർ ക്യൂ മൈനസ് 2 ഈക്വൽ ടു 0. ഇനി 0 ആവുന്ന കേസ് നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തില്ല. നേരത്തെ കൺസിഡർ ചെയ്തെങ്കിൽ 0 ആവേണ്ടത് പി മൈനസ് 1 ആണ് 0 ആവേണ്ടത്. പി മൈനസ് 1 0 ആയാൽ പി ഈക്വൽ ടു 1 ആണ്. പി പ്രൈം ആണെന്ന് ഓൾറെഡി പറഞ്ഞപ്പോൾ പി ഈക്വൽ ടു 1 ആവാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിന്റെ മുന്നത്തെ കേസിൽ എന്തുകൊണ്ട് പി മൈനസ് 1 0 ആവുന്നില്ല, പി മൈനസ് 1 0 ആവുന്ന കേസ് എടുക്കാതിരുന്നത്. അപ്പൊ ഇവിടെ ഒന്നുകിൽ പി ഡിവൈഡ്സ് ക്യൂ പ്ലസ് 2 അല്ലെങ്കിൽ ക്യൂ മൈനസ് 2 ഈക്വൽ ടു 0. അതായത് ഒന്നുകിൽ ക്യൂ ഈക്വൽ ടു 0, ക്യൂ ഈക്വൽ ടു 2. ഇനി ക്യൂ ഈക്വൽ ടു 2. ഓക്കെ. ഓർ പി ഡിവൈഡ്സ് ക്യൂ പ്ലസ് 2. പി ഡിവൈഡ്സ് ക്യൂ പ്ലസ് 2 നമുക്കറിയാം പി ക്യൂവിനേക്കാൾ വലുതാണ്. അപ്പോൾ ക്യൂ പ്ലസ് 2ഓ? ക്യൂ പ്ലസ് 2 പി പ്ലസ് 2വിനേക്കാൾ ചെറുതാണ്. അതായത് ഇവിടെ പി പ്ലസ് 1, ഇവിടെ പി പ്ലസ് 2, ഇവിടെയാണ് ക്യൂ. അപ്പോൾ ഈ റേഞ്ചിൽ വരണം ക്യൂ പ്ലസ് 2. ആ റേഞ്ചിൽ വരണം ക്യൂ പ്ലസ് 2. എന്നിട്ട് അങ്ങനെ വന്നിട്ട് ക്യൂ പ്ലസ് 2നെ പി ഡിവൈഡ് ചെയ്യുകയും ചെയ്യണമെങ്കിൽ ക്യൂ പ്ലസ് 2 എന്താവണം? ഹെൻസ് നേരത്തെ പറഞ്ഞ പോലെ ക്യൂ പ്ലസ് 2 ഈക്വൽ ടു പി. ക്യൂ പ്ലസ് 2 ഈക്വൽ ടു പി ആവണം. അതായത് ഇവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം. ഒന്നെങ്കിൽ ക്യൂ പ്ലസ് 2 ഈക്വൽ ടു പി ആവണം, അല്ലെങ്കിൽ ക്യൂ ഈക്വൽ ടു 2 ആവണം. അപ്പോൾ ക്യൂ പ്ലസ് 2 ഈക്വൽ ടു പി, രണ്ട് പ്രൈം നമ്പേഴ്സ് വിച്ച് ആർ അറ്റ് എ ഡിഫറൻസ് 2. അങ്ങനെ രണ്ട് ഡിഫറൻസ് ഉള്ള പ്രൈം നമ്പേഴ്സ് ഏതാ? ദെൻ പി ഈസ് ഈക്വൽ ടു 5, ക്യൂ ഈക്വൽ ടു 3. പി ഈക്വൽ ടു 5ഉം ക്യൂ ഈക്വൽ ടു 3ഉം ആണ്. ഇനി ഇവിടെയാണെങ്കിൽ ക്യൂ ഈക്വൽ ടു 2. ഈ ക്യൂ ഈക്വൽ ടു 2 ആണെങ്കിൽ പിന്നെ എന്ത് നമ്പറും അവിടെ ഡിവൈഡ് ചെയ്യും. നമുക്ക് ഇതാണ് പി ഡിവൈഡ്സ് ക്യൂ പ്ലസ് 2 ഇൻറ്റു ക്യൂ മൈനസ് 2 ആണ് നമുക്ക് വേണ്ടത്. ആ ക്യൂ മൈനസ് 2 ഈക്വൽ ടു 0 ആണെങ്കിൽ എനി പ്രൈം പി വിൽ ഡിവൈഡ് ദാറ്റ് പ്രൊഡക്റ്റ്. ദെൻ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ. അപ്പൊ ക്യൂ ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ പി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഇവിടെ നമ്മൾ ഈ ഒരു കണ്ടീഷൻ മാത്രമേ നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ളൂ. ഇനി മറ്റേ കണ്ടീഷൻ ഈ രണ്ട് കേസിലും സാറ്റിസ്ഫൈ ആവുമോ എന്ന് നോക്കണം. മറ്റേ കണ്ടീഷൻ ഏതാ? പി സ്ക്വയർ മൈനസ് 1. സോ പി സ്ക്വയർ മൈനസ് 1 ഈസ് ഈക്വൽ ടു പി സ്ക്വയർ മൈനസ് 1 ഈസ് ഈക്വൽ ടു 24. 25 മൈനസ് 1 24 ആണ്. ആൻഡ് പി സ്ക്വയർ മൈനസ് 1 ആൻഡ് ക്യൂ ഡിവൈഡ്സ് 3 എന്താണ്? 3 24നെ ഡിവൈഡ് ചെയ്യുമല്ലോ. ആൻഡ് ക്യൂ ഡിവൈഡ്സ് പി സ്ക്വയർ മൈനസ് 1. അപ്പോൾ അത് പി സ്ക്വയർ രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുമുണ്ട്. സോ പി ഈക്വൽ ടു 5 ആൻഡ് ക്യൂ ഈക്വൽ ടു 3 ആർ 2 പ്രൈംസ് സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻസ്. അപ്പൊ ഇതൊരു സൊല്യൂഷൻ ആണ്. പി ഈക്വൽ ടു 5ഉം ക്യൂ ഈക്വൽ ടു 3ഉം ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യും. ഇനി നമ്മുടെ രണ്ടാമത്തെ കേസ് എന്തായിരുന്നു? ഇഫ് ക്യൂ ഈക്വൽ ടു 2 ആൻഡ് പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ക്യൂ ഈക്വൽ ടു 2ഉം പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2ഉം ആണെങ്കിൽ ഈ ക്യൂ എന്താണ്? അപ്പൊ പി സ്ക്വയർ മൈനസ് 1 എന്താവും? പി സ്ക്വയർ മൈനസ് 1. ഇനി പി സ്ക്വയർ മൈനസ് 1, ദെൻ പി സ്ക്വയർ മൈനസ് 1 ഷുഡ് ബി എ ഫാക്ടർ, ഷുഡ് ഡിവൈഡ്, ദെൻ ക്യൂ ഷുഡ് ഡിവൈഡ്. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ദെൻ ക്യൂ ഷുഡ് ഡിവൈഡ് പി സ്ക്വയർ മൈനസ് 1. അങ്ങനെയാണെങ്കിൽ ക്യൂ എന്തിനെ ഡിവൈഡ് ചെയ്യണം? പി സ്ക്വയർ മൈനസ് 1നെ ഡിവൈഡ് ചെയ്യണം. ക്യൂ എന്താണ്? ക്യൂ ഈക്വൽ ടു 2 ആണ്. ദെൻ വിച്ച് ഇംപ്ലൈസ് പി സ്ക്വയർ മൈനസ് 1 ഷുഡ് ബി ഈവൻ.
അതിനർത്ഥം പി സ്ക്വയർ മൈനസ് 1 ഈവൻ ആവണം. പി സ്ക്വയർ മൈനസ് 1 ഈവൻ ആവണമെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് പി സ്ക്വയർ ഷുഡ് ബി ഓഡ്. പി സ്ക്വയർ ഓഡ് ആവണം ഇംപ്ലൈസ് പി ഷുഡ് ബി ഓഡ്. അപ്പൊ പി ഓഡ് ആവണം. സോ പി ഗ്രേറ്റർ ദാൻ 2. നമ്മൾ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ പി ഈക്വൽ ടു 2 ആവാൻ പറ്റില്ല. പി ഷുഡ് ബി ഓഡ്. സോ പി ഗ്രേറ്റർ ദാൻ 2. സോ അങ്ങനെയാണെങ്കിൽ then other set of solution is p greater than 2 and q equal to 2. p greater than 2 q ഈക്വൽ ടു 2 രണ്ട് പ്രൈംസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യും. ഇനി വേറൊരു സൊല്യൂഷൻ ഉള്ളത് p ഈക്വൽ ടു 5ഉം q ഈക്വൽ ടു 3ഉമാണ്. അപ്പൊ ഇങ്ങനെ കുറെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഈ പറഞ്ഞ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പൊ ഈ ക്വസ്റ്റനിലൊക്കെ നമ്മൾ ചെയ്തതാണ് രണ്ട് ബൈനറി കൺസിഡർ ചെയ്യും. ഒരു ബൈനറി കൺസിഡർ ചെയ്യുന്നു, p ലെസ് ദാൻ ഓർ ഈക്വൽ ടു q, p ഗ്രേറ്റർ ദാൻ q. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ രണ്ട് എന്താ പറയുക കണ്ടീഷൻസ് എടുത്തിട്ട് സോൾവ് ചെയ്യുന്നു. ഒരു കണ്ടീഷൻ എടുത്തിട്ടാണ് സോൾവ് ചെയ്തത്. എന്നിട്ട് അത് അവിടെ കിട്ടിയ സൊല്യൂഷൻ മറ്റേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ് ചെയ്തത്. രണ്ടാമത്തെ കേസിൽ q-2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞൊരു കേസ് എടുത്തിട്ടുണ്ട്. അത് ഫസ്റ്റ് കേസിൽ എടുത്തിട്ടില്ല. അപ്പൊ അത് വെച്ചിട്ട് അവിടെ നമ്മൾ രണ്ട് കേസാക്കി സ്പ്ലിറ്റ് ചെയ്തു. ആ രണ്ട് കേസിലും ഇനി മറ്റേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് സൊല്യൂഷൻ കിട്ടിയത്. p ഈക്വൽ ടു 5ഉം q ഈക്വൽ ടു 3ഉം ഒരു സൊല്യൂഷൻ. മറ്റേ സൊല്യൂഷൻ ഇസ് p ഗ്രേറ്റർ ദാൻ 2 ആൻഡ് q ഈക്വൽ ടു 2. q ഈക്വൽ ടു 2 ആയിരിക്കെ p ക്യാൻ ബി എനി പ്രൈം നമ്പർ ഗ്രേറ്റർ ദാൻ 2. അപ്പോൾ ഇതാണ് സൊല്യൂഷൻസ്. അപ്പോൾ അത് ലാസ്റ്റ് റാപ്പപ്പ് ചെയ്യുമ്പോൾ അതും കൂടി എഴുതി വെക്കണം. ഇതൊക്കെയാണ് സൊല്യൂഷൻ എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ. പ്രൈം ഡിവിസിബിലിറ്റി നമ്മൾ കുറേ ക്വസ്റ്റ്യൻ ഇങ്ങനെ പ്രൈം ഡിവിസിബിലിറ്റി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇതാണ് ചെയ്യേണ്ടത്. ഫാക്ടർ ആവുന്നു, ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നാരോ ഡൗൺ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്നു. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദാറ്റ് ക്വസ്റ്റ്യൻ. താങ്ക് യു.